the previous class we have studied up to the fourth point of essentials of valid contract. Valid offer. Today we have to start from the fifth point, that is the communication of offer. The word communication means transmitting an idea from one person to another. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഒരു ആശയത്തെ സംവേദനം ചെയ്യുന്നതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. അപ്പോൾ ഒരു ഓഫർ എന്ന് പറയുന്നത് നിയമസാധുതമായ ഒരു കോൺട്രാക്റ്റ് ആക്കി മാറ്റണമെങ്കിൽ ഓഫറർ വയ്ക്കുന്നതായ ആള് ഓഫറിയോട് അക്സെപ്റ്റ് ചെയ്യേണ്ട ആളോട് ഈ കാര്യം ഒന്ന് അറിയിക്കണം. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്, ദ ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. The offer must be communicated to the person to whom it is made. To whom the offer is made? Offering. അപ്പോൾ ഓഫറർ ഓഫറിയോട് തൻ്റെ ഓഫറിനെ കുറിച്ച് പറയണം. അത്രയേ ഉള്ളൂ. An offer becomes effective only when it has been communicated to the offer. ഈ ആദ്യത്തെ സെന്റൻസ് തന്നെയാണ് മറ്റൊരു രൂപാന്തരത്തിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം. എന്താ അത്? An offer becomes effective. An offer becomes effective only when it has been communicated to the offeree. ബോർഡിൽ വളരെ ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾക്ക് ചിലപ്പോൾ വായിക്കാൻ പറ്റിയെന്ന് വരില്ല, ഒരു ഗ്ലെയറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ പറയുന്നത് കേട്ടിട്ട് അതുപോലെ പഠിക്കുക. അടുത്തത്, unless there is communication of offer, ഓഫർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എങ്കിൽ there can be no acceptance of offer. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഓഫർ സംഭവിച്ചില്ല എങ്കിൽ, ഞാൻ എൻ്റെ ഓഫറിനെ സംബന്ധിച്ച് താങ്കളോട് പറഞ്ഞില്ല എങ്കിൽ താങ്കൾ എങ്ങനെ അറിയും? താങ്കൾ അറിഞ്ഞില്ല എങ്കിൽ താങ്കൾ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും? താങ്കൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാകുന്നില്ല, എഗ്രിമെന്റും ഉണ്ടാകുന്നില്ല, അതിലൂടെ കോൺട്രാക്റ്റ് ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇത്രയുള്ള സെന്റൻസ്. അതിനകത്ത് ലാൽമൻ ശുക്ല വേഴ്സസ് ഗൗരി ദത്ത് 1930. ലാൽമൻ ശുക്ല വേഴ്സസ് ഗൗരി ദത്ത്. ലാൽമൻ വേഴ്സസ് ഗൗരി ദത്ത് എന്ന് പറഞ്ഞാലും മതി. ഇത് ഒരു മാസ്റ്ററും സർവന്റും തമ്മിലുള്ള ഒരു കാര്യമാണ്. ആ കേസിന്റെ വിസ്താരവും ഇവിടെ പ്രതിപാദിക്കുന്നില്ല. ഇറ്റ് വിൽ ടേക്ക് ടു മച്ച് ടൈം. ആൻഡ് ആസ് ഐ സെഡ് യു ബിഫോർ, ഇഫ് യു ഡു വാണ്ട് ടു ഹാവ് നോളജ് അബൌട്ട് ദ കേസ്, യു ജസ്റ്റ് ആസ്ക് മീ, ദാറ്റ് ഐ വിൽ ബി സേയിങ്. നൗ ഇറ്റ് ഈസ് നോട്ട് ദ ടൈം ടു സേ ഓൾ തിങ്സ്. അപ്പോൾ നിങ്ങൾ കേസിൽ എന്ത് എഴുതണം? ലാൽമൻ വേഴ്സസ് ഗൗരി ദത്ത് മാത്രം എഴുതിയാൽ മതിയാകും. എക്സാമ്പിൾ അറ്റം. അടുത്ത പോയിന്റ് നമ്മൾ കിടക്കണം നോക്കൂ. ഓഫർ മേ ബി കണ്ടീഷണൽ. Condition means any qualification attached to an offer is called condition. ഒരു ഓഫറിനോടൊപ്പം ഏതെങ്കിലും തരത്തിലുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന കണ്ടീഷന്റെ മറ്റൊരു വാക്ക് തന്നെയാണ്. കണ്ടീഷൻ എന്ന വാക്കാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഫെമിലിയർ. അപ്പോൾ ഓഫറിനോടൊപ്പം ഏതെങ്കിലും വ്യവസ്ഥ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ആ ഓഫറിന് പറയുന്ന പേരാണ് കണ്ടീഷണൽ ഓഫർ. അപ്പൊ നമ്മുടെ ചോദ്യം, whether an offer can be with a condition? Of course, it is no problem. An offer can be with a condition. Then what is the essential thing? The essential factor is that the communication, the condition must be communicated to the offeree along with the offer. The condition must be communicated to the offeree along with the offer. ഓഫറിനോടൊപ്പം ഈ കൂട്ടിച്ചേർത്ത വ്യവസ്ഥ കൂടി അയാളെ അറിയിക്കണം. അപ്പോഴേ ആ ഓഫർ പൂർണ്ണമാകത്തുള്ളൂ. അപ്പോൾ അതിന്റെ സെന്റൻസ് എങ്ങനെയാ പറഞ്ഞത്? ആൻ ഓഫർ നീഡ് നോട്ട് ബി വോയിഡ് ഓൺ ദ ഗ്രൗണ്ട് ഓഫ് ഹാവിംഗ് എനി കണ്ടീഷൻ. നോക്കൂ, ആൻ ഓഫർ നീഡ് നോട്ട് ബി വോയിഡ്. ഒരു ഓഫർ വോയിഡ് ആകണമെന്നില്ല. എന്ത് കാര്യം കൊണ്ട്? കണ്ടീഷൻ ഉണ്ട് എന്ന ഒരു കാരണം കൊണ്ട് ഒരു ഓഫർ വോയിഡ് ആകണമെന്നില്ല. ദ ഇമ്പോർട്ടന്റ് മാറ്റർ ഈസ് ദാറ്റ്. എന്താ പ്രധാനപ്പെട്ട കാര്യം? ദ കണ്ടീഷൻ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫറി അലോങ് വിത്ത് ദ കണ്ടീഷൻ. അലോങ് വിത്ത് ദി ഓഫർ. ആ ഓഫറിനോടൊപ്പം ആ കണ്ടീഷൻ കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഒന്നുകൂടി പറയാം, ദ ഇമ്പോർട്ടന്റ് മാറ്റർ ഈസ് ദാറ്റ് ദ കണ്ടീഷൻ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫറി. ഓഫറിയോട് ആ കണ്ടീഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം along with the offer. ഓഫറിനോടൊപ്പം. ഒന്നുകൂടി പറയുന്നു, an offer need not be void on the ground of having any condition.
the important matter is that the condition must be communicated to the offeree along with the offer. ആ പോയിന്റ് തീർന്നു. സിമ്പിളാണ്. ഇനി നമ്മൾ പറയുന്നത് ആൻസർ ടു എ ക്വസ്റ്റ്യൻ. ഒരു ചോദ്യം ചോദിച്ചു, അതിന് മറുപടി പറഞ്ഞു. വെദർ ഇറ്റ് ഈസ് ആൻ ഓഫർ ഓർ നോട്ട്. അബ്സല്യൂട്ട്ലി an answer to a question or a statement of intention. My intention to do something is not an offer. I just informed that I will be doing that, or I can do it. This is not an offer. Then how it is to be an offer? Once again, ഒന്നുകൂടി ഞാൻ പറയാം. Mere answer to a question or a statement of intention to do something cannot be considered as offer. Statement of intention, ഒരു പ്രവൃത്തി ചെയ്യുവാനുള്ള എൻ്റെ സന്നദ്ധത. ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞു. Will you sell your bumper helper? അതാണ് ഇതിന്റെ കേസ്. അത് ഞാൻ കേസ് വിസ്തരിക്കുകയല്ല, ജസ്റ്റ് ഒന്ന് പറയുകയാണ്. Will you sell your bumper helper? ഹാർവേ വേഴ്സസ് ഫെസെ. എച്ച് എന്ന് പറയുന്ന ആൾ ടെലഗ്രാഫ് ചെയ്തു, ചോദിച്ചു വിൽ യു സെൽ യുവർ ബമ്പർ ഹാൾപ്പൻ. അയാൾ റിപ്ലൈ ചെയ്തു യെസ്, നറേറ്റ് ദ ലോവസ്റ്റ് ക്യാഷ് പ്രൈസ് എന്നുകൂടി ചോദ്യത്തിലുണ്ടായിരുന്നു. ഇങ്ങനെയാണ് വിൽ യു സെൽ യുവർ ബമ്പർ ഹാൾപ്പൻ, നറേറ്റ് ദ ലോവസ്റ്റ് ക്യാഷ് പ്രൈസ്. അയാൾ റിപ്ലൈ കൊടുത്തു ദ ലോവസ്റ്റ് ക്യാഷ് പ്രൈസ് ഈസ് 900 pounds. ഇവിടെ അയാൾ വിറ്റില്ല. ഇതാണ് സംഭവം. അപ്പൊ അത് കോടതി പറഞ്ഞ ഇതാണ്, ആ ചോദ്യത്തിനൊരു മറുപടി പറഞ്ഞു. നിങ്ങളുടെ ബമ്പർ ഹാൾപ്പൻ വിൽക്കുവോ എന്ന് അയാൾ ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞു അതിന്റെ വില എത്രയെന്ന് ചോദിച്ചപ്പോൾ 900 pounds എന്ന് പറഞ്ഞു. ഈ 900 pounds വിൽക്കാം എന്ന ഒരു ഓഫർ അതിനകത്തില്ല. ഒരു ചോദ്യം ചോദിച്ചു, അതിന് മറുപടി പറഞ്ഞു എന്നാണ് കോടതി പറഞ്ഞത്. ഇതാണ് നമ്മുടെ കേസ്. മിയർ ആൻസർ ടു എ ക്വസ്റ്റ്യൻ ഓർ എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇന്റൻഷൻ ഈസ് നോട്ട് ആൻ ഓഫർ. എൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപ ഉണ്ടായിരുന്നു, ഞാൻ നിനക്ക് 5 ലക്ഷം രൂപ തരുമായിരുന്നു. അപ്പോൾ അറിയുന്നു എനിക്ക് 10 ലക്ഷം രൂപയുടെ ലോട്ടറി അടിച്ചു, ഉടനെ നിനക്ക് 5 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ തരണ്ട. എന്തുകൊണ്ടെന്നാൽ അതൊരു ഓഫർ അല്ല. ഓക്കെ, അതാണ് നമ്മുടെ പോയിന്റ്. മിയർ ആൻസർ ടു എ ക്വസ്റ്റ്യൻ ഓർ എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇന്റൻഷൻ ഓർ സ്റ്റേറ്റ്മെന്റ് ടു ഡു സംതിങ് cannot be considered as an offer. Hence, an offer must be distinguished from, separated from a statement of intention. ഒരാൾക്ക് ഒരു പ്രവൃത്തി ചെയ്യുന്നതിനുള്ള ഒരു സന്മനസ് അല്ലെങ്കിൽ ഒരു താല്പര്യം, ആ താല്പര്യമല്ല ഓഫർ. അത് ഓഫറായിട്ട് പറയണം. ഒരു കോൺട്രാക്റ്റിന്റെ, ഒരു നിയമത്തിന്റെ എല്ലാ സപ്പോർട്ടോടു കൂടി ഒരു കോൺട്രാക്റ്റ് രൂപീകരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പായിരിക്കണം ഓഫർ. അതല്ലാതെ നമ്മൾ പറയുന്ന വെറുമൊരു വാഗ്ദത്വമോ അല്ലെങ്കിൽ വെറുമൊരു അഭിപ്രായമോ ഇതൊന്നും ഒരിക്കലും ഒരു ഓഫർ ആവുന്നില്ല, അതിലൂടെ ഒരു കോൺട്രാക്റ്റ് ആകുന്നില്ല എന്നതാണ് ആ സെന്റൻസ്. ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കി നിങ്ങളോട് പറയുകയാണ്. മിയർ ആൻസർ ടു എ ക്വസ്റ്റ്യൻ, ചോദ്യത്തിന് കേവലം ഒരു മറുപടി, ഓർ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇന്റൻഷൻ ടു ഡു സംതിങ്, ഒരു പ്രവൃത്തി ചെയ്യുന്നതിനുള്ള അയാളുടെ സന്നദ്ധത cannot be considered as an offer. അതിനെ ഒരിക്കലും ഓഫർ ആയിട്ട് പരിഗണിക്കാൻ പറ്റില്ല. Hence, an offer must be distinguished from a statement of intention. ഒരു പ്രവൃത്തി ചെയ്യുന്നതിനുള്ള സന്മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ താല്പര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം. ഇനി അടുത്ത് നോക്കൂ. ഓഫർ മേ ബി ടു ഡു ഓർ നോട്ട് ടു ഡു. നമ്മൾ നിർവചനം പറഞ്ഞു. When one person signifies to another his willingness to do or to abstain from doing something with a view of getting the assent of that other, നമ്മൾ പഠിച്ചത്. അപ്പോൾ ഓഫർ എന്ന് പറഞ്ഞാൽ that may be to do something. An offer is to do something. An offer may also be to abstain from doing something. ഒരു പ്രവൃത്തി ചെയ്യുന്ന കാര്യമായിരിക്കാം ഓഫർ. ഒരു പ്രവൃത്തി ചെയ്യുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതും ഓഫറാകാം. അപ്പോ പ്രവൃത്തി ചെയ്യുന്നത് മാത്രമാണോ ഓഫർ? അല്ല, പ്രവൃത്തി ചെയ്യുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാമെന്ന് പറയുന്നതും ഒരു ഓഫറാണ്. എക്സാമ്പിൾ, ഷാഡ്വൽ വേഴ്സസ് ഷാഡ്വൽ. ഞാൻ ആ എക്സാമ്പിൾ വിശദമായിട്ട് പറയുകയല്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനായിട്ട് പറയുകയാണ്.
അമ്മാവനായിട്ടുള്ള ഷാഡ്വൽ അനന്തരവനോട് പറഞ്ഞു, ഇഫ് യു abstain from marrying Z, you will be given such amount. ഉദാഹരണത്തിന് നമ്മളൊരു $1,000 എന്ന് പറഞ്ഞോളൂ, അല്ലെങ്കിൽ പൗണ്ട് എന്ന് പറഞ്ഞോളൂ, 1000 പൗണ്ട് നൽകാമെന്നൊരു ഓഫർ വെച്ചു എന്ന് വിചാരിക്കും. ഷാഡ്വൽ വേഴ്സസ് ഷാഡ്വൽ നടന്ന സംഭവമാണ്, കേസാണ്. അനന്തരവൻ ഇസഡിനെ വിവാഹം കഴിക്കാതെ വേറൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. അങ്കിള് പൈസ കൊടുത്തില്ല. അപ്പോൾ അനന്തരവൻ കൊടുത്ത കേസാണ് ഈ പറയുന്ന ഷാഡ്വൽ എന്ന് പറയുന്ന ആള്. ഫസ്റ്റ് കേസ് അനന്തരവൻ. ഷാഡ്വൽ വേഴ്സസ് ഷാഡ്വൽ കേസ് എന്താണെന്ന് അറിയാവോ? അമ്മാവൻ പറഞ്ഞത് വിവാഹം കഴിക്കാതിരുന്നാൽ, ഇസഡിന് വിവാഹം കഴിക്കാതിരുന്നാൽ 1000 പൗണ്ട് തരാമെന്നാണ്. ഇസഡിന് വിവാഹം കഴിച്ചില്ല. അപ്പോൾ ഇസഡിനെ വിവാഹം ചെയ്യാതിരിക്കൽ എന്ന പ്രവൃത്തിയാണ് അയാൾ ചെയ്യേണ്ടിരുന്നത്, അല്ലാണ്ട് കല്യാണം കഴിക്കാതിരിക്കുകയല്ല. അയാൾ വേറെ കല്യാണം കഴിച്ചു, പണം കൊടുക്കണം എന്ന് കോടതി പറഞ്ഞു. ഇതാണ്. അപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യുന്നത് പോലെ തന്നെയാണ് ഒരു പ്രവൃത്തി ചെയ്യുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത്. പ്രവൃത്തി ചെയ്യാതിരിക്കൽ എന്ന് നമ്മൾ പറയരുത്, ഒരു പ്രവൃത്തി ചെയ്യുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത്. An abstinence from doing something is also an offer because it is an act. An abstinence is also an act. അതാണ് നമ്മുടെ പോയിന്റ്. അപ്പോൾ so an offer may be to do or not to do something. An offer may be to do something. Likewise, an offer may also be to abstain from doing something. ഇപ്പോൾ നമ്മൾ പറയേണ്ട എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ്: the word to do or not to do, അതിന്റെ എക്സ്പ്ലനേഷൻ നമ്മുടെ നിർവചനത്തിലുണ്ട്. when one person signifies to another his willingness to do or to abstain from doing. the word willingness to do, or ഇങ്ങനെ എഴുതിയാൽ മതി, the word willingness to do or to abstain from doing something denote that an offer may be to do something or to abstain from doing something. ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾ ഈ പറയുന്ന ഷാഡ്വൽ വേഴ്സസ് ഷാഡ്വൽ എന്ന എക്സാമ്പിൾ മാത്രം എഴുതിയാൽ മതി. എക്സാമ്പിൾ: ഷാഡ്വൽ വേഴ്സസ് ഷാഡ്വൽ. ഇത്രയും മതി. ഇത്രയും കാര്യങ്ങൾ, അതായത് ഈ 8 പോയിന്റുകൾ നിങ്ങൾ എഴുതിയാൽ മതിയാകും എസെൻഷ്യൽസ് ഓഫ് വാലിഡ് ഓഫർ എന്നുള്ളതിന്. ഇനി നമുക്ക് അതിനോടനുബന്ധിച്ച് ടൈപ്സ് ഓഫ് ഓഫർ ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ആൻഡ് യു ഹാവ് ടു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു ഫോർ ലിസണിങ് ദി ക്ലാസ്.